അപ്പനും അമ്മയും പറഞ്ഞെന്താ? ആ മർദ്ദനത്തെ തുടർന്നാണ്, ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് രോഗിയായി കിടന്ന അയാൾ മരിച്ചത്. ഒരു അസുഖം ഇല്ലായിരുന്ന ഒരാൾ. ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന പോലീസിനെയാണ് നിങ്ങൾ ഇവിടെ ന്യായീകരിച്ചത്. ഡിവൈഎഫ്ഐ നേതാവിനെ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മരിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് സ്വർണ്ണമോതിരം ഇടിച്ചാണ്, അവന്റെ കല്യാണമായിരുന്നു ഇന്നലെ, സ്വർണ്ണമോതിരം ഇടിച്ചാണ് പരാതി. എന്നിട്ട് അവനെ, ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും. ശരി, ഈ പാവപ്പെട്ടവനെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുമ്പോ 51 വെട്ടുവെട്ടിക്കൊന്നൊരു മനുഷ്യനുണ്ടല്ലോ, ചന്ദ്രശേഖരൻ, അതിലെ കൊലക്കേസിലെ പ്രതികളില്ലേ, ക്രിമിനലുകൾ. പിന്നീട് പോലീസ് ജയിലിൽ ഇരുന്ന് ഇപ്പോഴും ഷെയ്ഡി ഏർപ്പാടുകൾ ചെയ്യുന്ന ക്രിമിനലുകൾ, അവരെ നിങ്ങളെ പോലീസ് കൊണ്ടുപോയത് 5 സ്റ്റാർ ഹോട്ടലല്ല, മദ്യം വാങ്ങിച്ചു കൊടുത്തു, ഭക്ഷണം മേടിച്ചു കൊടുത്തു, 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി. ക്രിമിനലുകളെയും കൊലപാതകികളെയും സംരക്ഷിക്കുന്ന നിങ്ങളുടെ പോലീസ് പാവപ്പെട്ടവനെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനമുറകൾ കൊണ്ട് നിരവധി കേസുകൾ, 100 കണക്കിന് ആളുകളാണ് ഇപ്പൊ CCTV ഫുട്ടേജിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്.